അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. അതായത് സഫർ മാസം വിട പറഞ്ഞു. സഫർ മാസം 29 കിട്ടിയത്. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് അൽഹംദുലില്ലാ നമ്മളിതാ പ്രവേശിച്ചു കഴിഞ്ഞു. ലോകം മുഴുവനും മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ഒരസുലഭ മുഹൂർത്തത്തിലൂടെയാണ് അൽഹംദുലില്ലാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ നാം ധാരാളം സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രാത്രിയും പകലിലും ഊണിലും ഉറക്കിലും നാം സ്വലാത്ത് ചൊല്ലണം. അതായത് എല്ലാ നേരത്തും നമ്മുടെ നാവിൽ സ്വലാത്ത് വന്നുകൊണ്ടിരിക്കണം. സ്വലാത്ത് കൊണ്ട് ഹൃദയത്തെ പാകപ്പെടുത്തണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് സന്തോഷം പൂണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ശരീരത്തെ ചമയിക്കണം. തെറ്റുകൊണ്ട് തപ്പിത്തടിഞ്ഞ ഹൃദയത്തെ മദീനയിലേക്ക് തിരിക്കണം. ഇന്ന ബൈതൻ അന്ത സാക്കിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. മദീനത്തെ കുമാരനുള്ള ഹൃദയത്തിൽ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും നബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന് വേണ്ടി ഈ മാസം പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്തവർക്ക് ഈമാനില്ല. സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് കേവലം ഒരു സ്നേഹം പോരാ. ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി ഔവൽദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം സർവ്വജനങ്ങളെക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം മാതാപിതാക്കളെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും, എല്ലാത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അയാൾ മുഅ്മിനാവൂ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക എന്ന്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ തഖ്വ ഉള്ളവരാകണം, അവരാണ് എനിക്കും ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് അഹങ്കാരം, അസൂയ, വൈരാഗ്യം, വെറുപ്പ് തുടങ്ങിയ ഒന്നുമില്ലാതെ എല്ലാവരും രക്ഷപ്പെടണം, നമ്മളും രക്ഷപ്പെടണം, എല്ലാവരും നന്നാകണം, നമ്മളും നന്നാകണം, ആ നിലക്കുള്ള വിശാലമായ ഒരു മനസ്സോടു കൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾക്ക് വിധേയനായി പരമാവധി ജീവിക്കണം. അവിടുന്ന് വിരോധിച്ചത് എല്ലാം കൈയൊഴിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ്. ഷഹാദത്ത് കലിമയിൽ പോലും ഒരാൾ മുസ്ലിമാകാൻ വേണ്ടി പറയുന്ന വാചകത്തിൽ പോലുമുള്ള അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേരാണ്. ആ മഹത്തായ പേര്, ആ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലണം. ആ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ സ്വലാത്ത് ചൊല്ലണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ അച്ചടക്കത്തോടെ പൂർണ്ണമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം.
ഈ റബിയുൽ അവ്വലിൽ കുറേ മൗലിദ് മജ്ലിസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലിരുന്നു സംസാരിക്കുക, ചിരിക്കുക അങ്ങനെയൊന്നും പാടില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സദസ്സ്, അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സ്, അവിടുത്തെ ഹദീസ് പറയുന്ന സദസ്സ്, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്ന സദസ്സ്, ആ സദസ്സിൽ അദബിൽ പൊരുത്തത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ നമ്മുടെ ശ്രദ്ധ വേറെടുത്ത് തിരിയാൻ പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്ന സ്ഥലം, അവിടുത്തെ മദ്ഹ് പറയുന്ന സ്ഥലം, അവിടെയെല്ലാം ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം. ഇപ്പോൾ നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ സന്തോഷിക്കില്ലേ? അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് ആ കുട്ടിയുടെ പേരിൽ അക്കീക്കത്ത് അറുത്തു കൊടുക്കുക എന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം, ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തആല അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാനും അവിടുത്തെ പേരിൽ സ്നേഹം അധികരിപ്പിക്കാനും മങ്കൂസ് മൗലിദുകൾ ദിവസവും ഓതാനും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക.